ഇപ്പോൾ കോൺഗ്രസ് സഹയാത്രികനായ ശ്രീ എൻ ശ്രീകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ എൻ ശ്രീകുമാർ, കോൺഗ്രസിലെ ഈ സംസ്ഥാന നേതാക്കളാണ് വെട്ടിലായിരിക്കുന്നത്. കാരണം ചോദ്യങ്ങൾ വരുന്നത് അവർക്ക് നേരെയാണല്ലോ. ഇപ്പോൾ ദേശീയ നേതൃത്വത്തിനവിടെ കയ്യും കെട്ടി നോക്കി നിന്നാൽ മതി, അവർക്ക് ഇങ്ങനെ കുറെ നിർദ്ദേശങ്ങൾ നൽകിയാൽ മതി. സംസ്ഥാന നേതാക്കൾ മറുപടി പറഞ്ഞു കുഴങ്ങുകയാണ്, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറേണ്ടി വരികയാണ്. അത് അവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുകയാണ്. ഈ തരൂരിന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡിന് ഇത്ര അമാന്തം? ഈ പ്രവർത്തക സമിതി അംഗം എന്ന് പറയുന്നത് പാർട്ടിക്കെതിരെ തിരിഞ്ഞാൽ അവിടെ ഒരു പ്രവർത്തക സമിതി അംഗവും ഇല്ലല്ലോ, ആ പരിരക്ഷയൊന്നും കൊടുക്കേണ്ടതില്ലല്ലോ. അല്ല, ശശി തരൂരിനെ കുറിച്ച് കോൺഗ്രസിന് ഇപ്പൊ പ്രത്യേകിച്ച് ചിന്തയൊന്നും ഇല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ജില്ലയിലും വലിയ കോൺഗ്രസ്സുകാർക്ക് വലിയ കുഴപ്പമൊന്നും. പക്ഷെ നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് ഒരു ഉത്തരം കിട്ടില്ല എന്നുള്ളത് ശരിയാണ്. അങ്ങനെയല്ല, ഒരു പാർട്ടിയിൽ നിന്ന് പാർട്ടിക്കെതിരെ തുടർച്ചയായിട്ട് പാർട്ടിക്കാരനായ ഒരാൾ, അതും സമുന്നതനായ ഒരു നേതാവ് പറയുമ്പോൾ അത് പാർട്ടിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാവില്ല. ശ്രീ എൻ ശ്രീകുമാർ, തരൂർ ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്നൊക്കെ പറഞ്ഞ് എത്ര നാളെങ്ങനെ മുന്നോട്ട് പോകും? മുന്നോട്ട് പോകുന്ന കാലത്തോളം മുന്നോട്ട് പോകും. കാരണം ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് നിങ്ങൾ മനുഷ്യൻ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല്, ഇദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, സമുന്നത നേതാവല്ല. നേതാവും മെമ്പറും തമ്മിൽ വ്യത്യാസമുണ്ട്. വർക്കിംഗ് കമ്മിറ്റിയിൽ ഓരോരോ സാഹചര്യത്തിൽ ഓരോരുത്തരെ മെമ്പർ ആക്കുന്നു എന്നുള്ളതാണ്. വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കോൺഗ്രസിന്റെ സമുന്നത നേതാവാണെന്ന് യാതൊരു നിബന്ധനയില്ല. അതേ ശശി തരൂർ 14 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യം വെച്ച് കോൺഗ്രസിൽ ചേർന്നു. അദ്ദേഹത്തെ കോൺഗ്രസ് ഉന്നത സ്ഥാനത്ത് എത്തിച്ചു. അദ്ദേഹത്തെ AICC പ്രസിഡന്റായിട്ട് മത്സരിക്കാൻ പോലും സമ്മതിച്ചു. ഇപ്പൊ അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് വേറൊരു പാർട്ടിയെ പോയിട്ടുണ്ട്. അപ്പൊ സാധാരണ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രാജിവെച്ച് പോകാന്നുള്ളതാണ്. അപ്പൊ രാജിവെച്ച് പോയില്ല എന്ന് തോന്നുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? എന്തോ പുള്ളി മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പോട്ടെ, എത്രത്തോളം പോവോ അത്രത്തോളം പോട്ടെ എന്ന് വിചാരിക്കും. ഇതുകൊണ്ട് ദോഷം ഉണ്ടാവേണ്ടത് UDF-നും കോൺഗ്രസിനുമാണല്ലോ. പക്ഷെ ദോഷം ഉണ്ടാകില്ല എന്ന് വിചാരിച്ചാൽ പിന്നെ അവഗണിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ അവഗണിച്ച് ഒരാളെ പുറത്തു പോകുക എന്നുള്ളത് വളരെ കഷ്ടമുള്ള കാര്യമാണ്. അതിന് ഞാൻ കാരണം ഒരാളെ ഇങ്ങനെ അവഗണിച്ച് അദ്ദേഹത്തിന്റെ പുറത്തേക്ക് പോകാനുള്ള അവസരം ഉണ്ടാക്കരുത്. അദ്ദേഹത്തെ പുറത്താക്കണം എന്ന് തന്നെയാണ് ചിലരുടെയൊക്കെ താല്പര്യം. പക്ഷെ പുറത്താക്കിയുള്ള പ്രശ്നം എന്താ വെച്ചാല്, അത് ഇപ്പോൾ വഹിക്കുന്നൊരു MP പദവി ഉണ്ട്. ആ MP പദവി കോൺഗ്രസ് കൊടുത്തതാണ്. അപ്പൊ നമ്മുടെ നിയമപരമായ പരിരക്ഷയിൽ ചിലപ്പോൾ MP പദവി നിലനിൽക്കും കോൺഗ്രസിന്റെ മറുപടി വന്നാൽ. അപ്പൊ അത് അദ്ദേഹം എനിക്ക് പദവി, കാരണം ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായ കോൺഗ്രസ്സുകാരാണല്ലോ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്, അല്ലാണ്ട് BJP-ക്കാരല്ലല്ലോ. 2009 തൊട്ട് 2024 വരെ അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രസംഗിച്ച് ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസിന്റെ നയങ്ങളെ കുറിച്ചാണ്, UPA ഗവൺമെന്റിന്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളെ കുറിച്ചാണ്. ഇപ്പോഴാണ് അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ ഇടതുപക്ഷ സ്വഭാവം അല്ല ഇനി വേണ്ടെന്ന്. അത് നന്നായി പറഞ്ഞത്. കാരണം കോൺഗ്രസിന് ഇടതുപക്ഷ സ്വഭാവം ഉണ്ടെന്ന് ശശി തരൂരിനെ പോലെ ഒരാൾ പറഞ്ഞത് അദ്ദേഹത്തെ ഒരു വലിയ ആളായി ചിത്രീകരിക്കുന്നവർക്ക് നാളെ മറിച്ചു പറയാൻ പറ്റില്ലല്ലോ. ഇടതുപക്ഷ സ്വഭാവം ഇന്ദിരാഗാന്ധിയുടെ ശൈലിയാണ് കോൺഗ്രസിലെ. ബാങ്ക് ദേശസാൽക്കരണം, പ്രിവിലേജ് നിർത്തലാക്കിയതൊക്കെ. അപ്പൊ അതിൽ നിന്ന് കോൺഗ്രസ് മാറിയിട്ടില്ല എന്ന് ശശി തരൂർ സമ്മതിച്ചു 2025-ലും. പകരം എന്താണ് ദേശീയത? ഈ ദേശീയത എന്ന് പറയുന്നത് ആരാ തീരുമാനിക്കുന്നത്? ശശി തരൂരും BJP അല്ലല്ലോ. ദേശീയത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിക്കുന്നതാണ്. അവര് കോൺഗ്രസിനോട് കുറെ വർഷങ്ങളോളം ആഭിമുഖ്യം പുലർത്തി. പിന്നീട് അവർക്ക് കോൺഗ്രസിനോട് എതിർപ്പ് വന്നു, അവർ മറിച്ച് വോട്ട് ചെയ്തു. നരേന്ദ്രമോദി വലിയ ഭൂരിപക്ഷത്തിൽ വന്നു. പക്ഷെ കഴിഞ്ഞ തവണ ആ ഭൂരിപക്ഷം വീണ്ടും ഇന്ത്യയിലെ ജനങ്ങൾ കുറയ്ക്കൂ. ദേശീയതയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ശശി തരൂരിന്റെ കാര്യമാണ്. നോക്കൂ മഞ്ജുഷേ, അല്ല, ഇതിനകത്ത് ശ്രീമത് സാർ, ഇതിനകത്ത് BJP-യുടെ നാവ് തന്നെയാണ് ശശി തരൂർ എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അത് കോൺഗ്രസ് നേതാക്കൾ ട്വിറ്ററിലൊക്കെ എഴുതുന്നുണ്ട്, കോൺഗ്രസിൽ നിന്നുകൊണ്ട് BJP-യുടെ തത്തയായി മാറുകയാണ് എന്ന്. ഇതെല്ലാം കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാം, ഹൈക്കമാൻഡിന് അറിയാം. അപ്പോൾ ഈ നടപടി വൈകിക്കുന്നതിന് ഒറ്റ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിരക്ഷ അദ്ദേഹത്തിന് കിട്ടുമെന്ന ആ ഒറ്റ കാരണത്താലാണോ? അതൊരു കാരണമാകണമല്ലോ. കാരണം ഒരു MP സ്ഥാനം പോവല്ലേ. കോൺഗ്രസിന്റെ MP ആണ് തിരുവനന്തപുരത്ത്, അല്ലാണ്ട് BJP-യുടെ MP അല്ലല്ലോ. BJP തോറ്റു അവിടെ. അന്ന് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ ശശി തരൂർ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ, പ്രസംഗിച്ച കാര്യങ്ങൾ BJP വിരുദ്ധ. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ ഒരു ഘട്ടത്തിലെന്തോ അദ്ദേഹത്തിനെ അപമാനിച്ചു എന്ന രീതിയിൽ പരാമർശം നടത്തിയായിട്ട് ഞാൻ ഓർക്കുന്നു. എന്താണെന്ന് എന്റെ മനസ്സിലിപ്പോ ഇല്ല. ഒരു പരാമർശം ഇദ്ദേഹം നടത്തിയെന്നൊക്കെ പറഞ്ഞൊരു പ്രസ്താവന കണ്ടായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഇത് തെറ്റാണെങ്കിൽ അത് തിരുത്തണം. അപ്പോ അങ്ങനെയൊക്കെ ജയിപ്പിച്ചു വിട്ടതാണ് കോൺഗ്രസ്സുകാര്. അപ്പൊ ആ കോൺഗ്രസിന്റെ MP സ്ഥാനം വെച്ചുകൊണ്ട് അവിടെ BJP പിന്താക്കാൻ പറ്റുമോ? BJP-ക്ക് ആണെങ്കിൽ പഴയ ഭൂരിപക്ഷം ഇല്ലല്ലോ. അപ്പൊ പഴയ ഭൂരിപക്ഷം ഇല്ലാതാകുമ്പോൾ കോൺഗ്രസ്സുകാർ ജയിപ്പിച്ച ഒരു MP എന്തിനാണ് BJP-യുടെ കളത്തിലേക്ക് പോകാൻ അനുവാദം കൊടുക്കുന്നത്? അപ്പൊ അതുകൊണ്ട് ശശി തരൂർ അവിടെ നിൽക്കട്ടെ, അദ്ദേഹം പറയട്ടെ. അദ്ദേഹം എത്രത്തോളം പറയുന്നത് അത് അദ്ദേഹമല്ലേ തീരുമാനിക്കേണ്ടത്. എന്നെ ജയിപ്പിച്ച കോൺഗ്രസ് ആണ്, ഞാൻ നിൽക്കുന്നത് കോൺഗ്രസിലാണ്, വിദേശകാര്യ പാർലമെന്ററി സമിതിയിലേക്ക് എന്നെ നോമിനേറ്റ് ചെയ്തത് കോൺഗ്രസ് ആണ്.
അതുകൊണ്ട് അതുകൊണ്ട് കോൺഗ്രസിനോട് എനിക്ക് വിധേയത്വം ഇപ്പോൾ തോന്നുന്നില്ല എങ്കിൽ ഞാൻ ചെയ്യേണ്ടത് എന്താണ്, കോൺഗ്രസ് വിട്ടുപോകുക എന്നുള്ളതാണ്. ശരി, സ്വാഭാവികമായിട്ട് എം പി സ്ഥാനവും അദ്ദേഹം രാജിവെക്കും.